സിപ്പ് വാങ്ങാൻ വൈകിയത് എന്റെ തെറ്റാണ്. ആ കടക്കാരുടെ അല്ലേ, പിന്നെ എന്നെ പൊടിച്ച് പുറത്താക്കുന്നു. എന്തായാലും പറഞ്ഞാടാ നീ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനെങ്ങനെ പറയോ സാറേ? ആ സാറിന്റെ പുന്നാര മോനല്ലേ, ദിവസം പുറത്താണല്ലേ താൻ? ദിവസം താൻ പുറത്താണല്ലോ. ദിവസം പുറത്താൻ കാരണം സാർ എന്നെ പുറത്ത് നിർത്തുന്നുണ്ടല്ലേ. ഈ പ്രകൃതിന്റെ ആ ഇടിവെട്ടി അപ്പൊ തന്നെ. ഇങ്ങ് വന്ന് അടിയാണെങ്കിൽ ഞാൻ പിന്നെ പുറത്തേക്ക് വെച്ചോളാം. ഐശ്വര്യം വന്നപ്പോ ഇതാണ്. ഐശ്വര്യല്ല, ഇടിവെട്ടിന്റെ കൂടാണ് അതൊക്കെ. നാളത്തെ പരീക്ഷയ്ക്ക് ഒന്ന് കാഴ്ച നാളത്തെ പരീക്ഷയ്ക്ക് തുമ്മിന് പോലും കാഴ്ച ഫുള്ള് കാഴ്ച. എന്താണ് അവിടെ ഒരു ബഹളം? സാറിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ വേണാടാ? സാറിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ വേണാടാ? മോനങ്ങ് പുറത്തോട്ടിറങ്ങിയ അല്ല ഞാൻ അവളോട് പറഞ്ഞ ഞാൻ എന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്ത. ഞാൻ കേട്ടത്. എന്തായാലും മോൻ പുറത്തോട്ടിറങ്ങിയ കണ്ടാ? പുറത്തോട്ടിറങ്ങിക്കോ. പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ തന്നെ കറണ്ട്. ഓ, ഞാൻ കേട്ടത് തന്നെയാണ് അപ്പൊ സത്യം. അവള് നേരെ ചെന്ന് പറയാനിട്ടാ നീ എന്തൊക്കെയാണ് അവളെ ഭീഷണിപ്പെടുത്തിയ. നാളെ അവള് വേറെ ക്ലാസ്, നീ വേറെ ക്ലാസ്. നീ അവിടെ പോയി നിന്നാട്ടെ. താങ്ക് യു സാർ. ലോകത്തെ 2 തരം ആൾക്കാരാണുള്ളത്. ഒന്ന് ചീത്ത, ഒന്ന് നല്ലത്. ഞാൻ നല്ലത്. അവിടെ ഇരിക്കുന്ന സാറ് ചീത്ത. എന്തോ ഒന്നുമില്ല. സാറെന്തോ കണ്ണിൽ എണ്ണ ഒഴിക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ കാതിൽ എണ്ണ ഒഴിക്കുന്ന കേൾക്കുന്ന. എവിടുന്ന് കേട്ടടാ നീ? അത് ഞാൻ ഇന്നലെ ഫ്രീ ഫയർ കളിച്ചപ്പോ എല്ലാരും എന്നോട് പറഞ്ഞായിരുന്നു കണ്ണിൽ എണ്ണ ഒഴിച്ച് കളിക്കണമെന്ന് എന്റെ കൂട്ടുകാര്. അത് അങ്ങനെ ഞാൻ കേട്ടതാ. ഏത് കൂട്ടുകാരനാ? കൂട്ടുകാരന്റെ പേര് അഭിജിത്ത്. നല്ല പേരല്ലേ? നല്ല പേര്. നിന്റെ കൂട്ടുകാരന്മാരൊക്കെ നിന്നെ പോലത്തെ ആയിരിക്കും മിക്കവാറും. അത് അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ അവന്മാര് എന്നെ പോലെ ഒന്നുമില്ല. എപ്പോ നോക്കിയാലും ഉഴപ്പാണ്. ഒരു പരീക്ഷയ്ക്കും പഠിക്കത്തില്ല. നീ പിന്നെ നല്ല പഠിപ്പിയാണല്ലേ. താങ്ക് യു സാർ. ഈ പീരീഡ് ഫുള്ള് നിന്ന് താഴ്ത്തു നിന്നേക്ക്. സാറിനെ കുറിച്ച് നല്ലതല്ല. ഈ പീരീഡ് ഫുള്ള് നിന്നേക്ക്. അടുത്ത പീരീഡിൽ ഞാൻ തന്നെ പേടിക്കണ്ട. എന്നാ ഞാനെന്നാ ഇപ്പൊ വന്നോട്ടെ. അയ്യോ, നീ സാറിനെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞേട്ടാ. നീ ഇവിടെ തന്നെ നിക്കണേണ് നീ നല്ലത്. അയ്യോ പറയണ്ടായിരുന്നു. ഇനി പറയണെങ്കി പീരീഡ്സ് കൂടും. ഈശ്വര, എന്താണ് അവിടുന്ന് ഒരു ഈശ്വര വിളി? അല്ല, അത് ഒന്നുമില്ല. ഞാൻ ഈശ്വരനെ കണ്ടത് അവിടെ കൂടെ പ്ലെയിനിൽ പോകുന്നത് ഞാൻ കണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആണാ? ഓക്കെ, ഇന്ന് പരീക്ഷയുണ്ട് കേട്ടോ. അയ്യോ, ആണോ? ഞാൻ മറന്നേ പോയി. ഞാൻ പറയാനിരിക്കായിരുന്നു. മോൻ അകത്തോട്ടൊന്ന് വന്നാട്ടെ, പരീക്ഷ എഴുതാൻ നമുക്ക്. അല്ല, എന്റെ സാറ് ടീച്ചറല്ലേ, സാറങ്ങനെ പരീക്ഷ എഴുതാനാ? ഞാൻ സാറിന് വേണ്ടി ഒരു കൂട്ടി നിൽക്കാം ഇവിടെ. സാറിന് വിഷമത്തില്ലല്ലോ അപ്പം? അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, വാടാ മര്യാദക്ക്. വന്നേക്ക് മോൻ. ഞാൻ ഏത് സീറ്റിലായിരിക്കണ്ടേ? അവിടെ. മോളെ, നീ അവിടോട്ടൊന്ന് മാറിയിരുന്നേക്കെ. അല്ല, സാറിന്റെ അടുത്ത് എന്തിനാ? ഞാൻ അവിടെ ഇങ്ങോട്ടിരുന്നത്. ഞാൻ അവിടെ ഇരിക്കാം. അവിടെ തന്നെ ഇരുന്നു. ഓരോ തെറ്റിന് എനിക്ക് ഓരോ വെച്ച് തരാനുള്ള ഞാൻ
വടി എടുത്തോണ്ട് വരാവേ. നീ ഇവിടെ തന്നെ ഇരി. ഇല്ലടാ താജ്മഹൽ മിണ്ടാതിരിയടാ. ഇതാണ് വടി. എനിക്ക് കണ്ണുകൊണ്ടൊന്നുമില്ല, എനിക്ക് കാണാനില്ല. അല്ല, ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞാണ് കേട്ടാ. ഞാൻ സാറിനോട് പറയുമോ? ഇത് വെച്ച് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഒരു ഉമ്മ വരും. ആണോ? എത്ര എണ്ണം വേണം? ഇപ്പോഴൊന്നും വേണം ബോണസ്? വേണ്ട, സാറ് കൈ വെച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, ഇതെന്തുവാ കോസ്റ്റ്യൂം പേപ്പർ ഒരു 100 കണക്കിനുണ്ടല്ലോ, ഇതിന് മാത്രം എടുക്കുന്ന എന്തിനാ? അത് നിനക്ക് എന്താ കോപ്പിയൊന്നും അടിക്കില്ലേ? തുണ്ടുവെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാ? എങ്കിൽ ഇങ്ങ തന്നേക്ക്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓ ഉന്നത മാർക്ക് തന്നെ പ്രതീക്ഷിക്കാം അല്ലയോ? ആ ശരിയാ. മോന് വേണോ ഇത്? ആ പിന്നെ ഞാൻ എങ്ങനെ എഴുതാനാ? അല്ല, എഴുതിയില്ലേലും ഒരേപോലെയാണ്. അത് ശരിയാ. അത് അപ്പുറത്തുണ്ട്. പുതിയ ലഗേജ് എടുത്തോളൂ. ഒരു മുള്ളുപടി അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇഗ്നോർ ചെയ്തതാണ്. അതെന്തായാലും പ്രവർത്തിപ്പിച്ചതാണ്. ശരി 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 ശരി, എന്നിട്ട് തന്നേക്ക്. വാട്ട് ഈസ് ദ കപ്പലണ്ടി ഓഫ് റുസിയ? എന്ത് റുസിയ? റഷ്യ? എന്ത് റുസിയ? റുസിയ യൂസ് ചെയ്ത് എവിടെ നിന്നായിരുന്നായിരിക്കും. എൻ്റെ അപ്പുറത്തുനിന്ന് കടയിൽ നിന്നല്ലായിരുന്നു ഞാൻ എപ്പോഴും വാങ്ങുന്നത്. അപ്പുറത്തെ കടയിൽ നിന്ന് എഴുതിയൊരു ഗുമ്മ എടുത്തില്ല, അതുകൊണ്ട് കുറച്ച് വലുതാക്കിയത്. അപ്പുറത്തെ കടയിൽ നിന്ന് വാട്ട് ഈസ് ദ കപ്പലണ്ടി ഓഫ് കേരള? കേരളയിൽ നിന്ന് എവിടെ നിന്നായിരിക്കും കപ്പലണ്ടി എടുക്കുന്നതെന്ന്. ഇവന്റെ വിചാരം എൻ്റെ അമ്മായപ്പൻ്റെ വീട്ടിൽ നിന്നാണെന്ന്. എന്തായാലും പറഞ്ഞാടാ. ഇല്ല സാർ. കപ്പലണ്ടി കേരളത്തിൽ എവിടെന്നോ കിട്ടും. സയൻസ് പയ്യെ എഴുതിയാ മതി, പറഞ്ഞോണ്ടൊന്നും എഴുതണ്ട. പിന്നെ പേപ്പറിൽ മംഗ്ലീഷൊക്കെ എഴുതുന്നവരുടെ മാർക്ക് മൊട്ടയായിരിക്കും. ഇംഗ്ലീഷ് തന്നെ വേണം. ഓക്കെ. കിട്ടും, എവിടുന്ന് കിട്ടും? മീ ഡു നോട്ട്. പൊളിയായിരിക്കും. ഹൂ ഫൈഡ് 5 സ്റ്റാറിന്റെ മിഠായി. പ്ലെയിൻസ് ആരാ പ്ലെയിൻസ് എന്ന് വെച്ചെന്തോ 5 സ്റ്റാറിന്റെ മിഠായി ആരാ ഉണ്ടാക്കിയെന്നായിരിക്കും. ഇതൊക്കെ എന്ത്, ഇതിനും മാത്രം വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളവനാണ് ഈ ഞാൻ. എന്തായാലും ഇതിൻ്റെ ആൻസർ എനിക്കറിഞ്ഞൂടാ. ഇനി അടുത്തത്. ഇൻ വിച്ച് കണ്ടിസൻഡ്? കണ്ടിസൻഡ് മോഹൻലാലിൻ്റെ വേറെ പേരായിരിക്കും. ഇന്ത്യ സ്റ്റഡി. ഇന്ത്യയിൽ ഏത് സ്ഥലത്തായിരിക്കും സ്റ്റഡി ചെയ്തതെന്ന്. മീ സീ ഓൺലി ഇൻ മൂവി.
സാർ അതൊരു പാറ്റയായിരുന്നു, അല്ല ഈച്ച. നെയിം എനി കോക്കാച്ചി ഇൻ ഏഷ്യ. ഷെടാ, ഇത് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അയ്യോ എന്താണ് ലാഫ് ചെയ്യണത്? സാർ, എന്റെ മേത്ത് പാറ്റ കയറിയതാ. പാറ്റയല്ല, അതിനപ്പുറം മുന്ന് പതിനം കയറി. അയ്യോ, ഇതെന്തൊക്കെയാണ്? നെയിം എനി കോക്കാച്ചി ഇൻ ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക. എൻ്റെ മൈ ഫ്രണ്ട്. അയ്യോ, ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? വേറെ ആലോചിച്ചിരിക്കണുണ്ടല്ലോ, ആരാണ്? ആർ ഇ മൈ ഫ്രണ്ട് ഈസ് ദ കോ അയ്യോ തെറ്റിപ്പോയി കോ കാ ചി ഹി ഈസ് ദ റിയൽ കോക്കാച്ചി. He is famous in my എൻ്റെ ചുറ്റും എങ്ങനെയായിരുന്നു പറയണ്ടേ? ഇൻ മൈ ട്രീ. രണ്ടും ഒരേപോലെ ഇരിക്കുന്നല്ലോ. ടൈം 5 മിനിറ്റും കൂടെ ഉള്ളേ. അയ്യോ, ഇൻ മൈ ട്രീ. എന്താ? കുഴപ്പമില്ല. ഓക്കെ, അവിടെ ഇരുന്നു. അവിടെ വെച്ചോ. He is a പൊട്ടൻ. ഞാൻ ആരാ മോൻ? സാറേ, തീർന്നു. ഞാൻ നിന്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? സാർ, അവിടെ ഉറുമ്പ് കയറി. ആ ഉറുമ്പിനെ ഇതായിട്ടാണ് ഞാനിവിടെ. നീ അതിലും വലിയൊരു പാമ്പല്ലേടാ, ഉറുമ്പൊക്കെ നിന്നെ പേടിക്കും. സാർ, നോക്കിയിട്ട് പറ. എൻ്റെ ആൻസർ ഫുള്ളും കറക്റ്റ്. അതേ നോക്ക്. ഇതിലും വലിയ ആൻസർ കറക്റ്റ് ആയിട്ടുള്ള കുത്തപ്പിനാർ എന്തിനാ സാർ എടുത്തേ? ഓരോ തെറ്റിനും ഓരോ അടിയല്ലേ. എന്റെ ആകെ ഇത് മാത്രം എനിക്ക് അറിയത്തില്ലായിരുന്നു, ബാക്കിയുള്ള എല്ലാം എഴുതി. ഒരടി മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരടിയേ ഉള്ളു. ഇതൊക്കെ എന്ത്? ഇതിലും വലിയ കാര്യങ്ങളല്ലേടാ ഞാൻ വീട്ടില് പണിയായിരുന്നു. അയ്യോ, പേരൊക്കെ എഴുതിയിട്ട് തരാം. ഒന്നും കൂടെ കണ്ട, എന്റെ പേര് തന്നെ എന്തൊരു ഐശ്വര്യാണ്. ശങ്കരൻ ബി പി പോലെയല്ലേ ഇവരുടെയൊക്കെ പേര് നോക്ക്. കുഞ്ഞാറ്റ കെ. കണ്ട, എന്ത് വൃത്തിയായിട്ടാ പേര്. ഇതാരും അയ്യോ, ഇത് ഞാൻ അറിയാണ്ട് ഒരു ദിവസം പേപ്പറാണല്ലോ. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് റഷ്യ? കപ്പലിന്റെ അല്ലേ? എവിടുന്നാണോ ഇതിന്റെ കപ്പലിന്റെ? പറാത്ത കടജൽ നിന്ന്. എന്താണ് നീ ഉദ്ദേശിച്ചത്? ഇവിടെ ഇത് ഒരു വേടാന്ന് തോന്നുന്നു. ക്യാപിറ്റൽ വെക്കണ്ടേടാ പൊട്ട. അപ്പുറത്തെ അതാ. അതേ വേണ്ട. ആര് കണ്ടുപിടിച്ചാണ് ആ വേട്? അത് ഞാൻ കണ്ടുപിടിച്ചു. ഓഹോ, എനിക്ക് നല്ല ഉത്തമമായ മാർക്ക് തന്നെ കിട്ടുമല്ലേ? കടയിൽ നിന്ന്. അപ്പുറത്തെ കടയിൽ നിന്നല്ലേടാ? നല്ല ശരി. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള? ക്യാപിറ്റൽ ഇസ്രായേലിൽ അല്ല, കേരളത്തിൽ. ഇത് കേരളയാണ്. ഏതെന്നെ മനസ്സിലായി. ക്യാപിറ്റൽ കേരളത്തിൽ
എവിടെയുമോ കിട്ടും. എംഡോ നോട്ട്. ഇതെന്തുവാണ് ഇത്? മംഗ്ലീഷാ? മംഗ്ലീഷ് എഴുതുന്നവന് തല്ലിക്കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്കിട്ട് ഞാൻ വെക്കും. അതിന്റെ കുത്തപ്പിനാറ് കണ്ടോ? നീ ഇന്ന് ഇവിടുന്ന് കരഞ്ഞോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇൻ വിച്ച് കോണ്ടിനെന്റ് ഈസ് സിറ്റുവേറ്റഡ് മീ സീ ഓൺലി ഇൻ മൂവി. ഇന്ത്യ ഏത് കോണ്ടിനെന്റിലാ സിറ്റുവേറ്റ് ചെയ്യണമെന്ന് നോക്കിയപ്പോ മീ സീ ഇൻ മൂവിയാ. അത് ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇന്ത്യയൊക്കെ. നല്ല ശരിയാണ്. നെയിം എനി കൺട്രി ഈസ് ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക. മൈ ട്രീ ഈസ് ദ കൺട്രി. മൈ ട്രീ ഈസ് ദ കൺട്രി. He is the royal country. He is famous in my tree. He is a potter. ആരാണത്? എന്റെ ഫ്രണ്ട് കോലയാ? അവന്റെ നീ സത്യം പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അതിനകത്ത് കണ്ടിട്ട് ഇതാ പിടി. എന്ത് പിടിക്ക? അല്ല ഞാൻ പിടിച്ചു തരാന്ന്. നെയിം എനി കോക്കാച്ചി ഇൻ ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക. നല്ല കൊച്ചേ, റീഡിങ്ങിന് ഞാൻ എക്സ്ട്രാ മാർക്ക് തരാം കേട്ടാ. പേടിക്കണ്ട. ഇൻ വിച്ച് മോഹൻലാൽ ഇന്ത്യ സ്റ്റഡീഡ്. I see only in movies. കണ്ട ഞാൻ ആരാ മോൻ? നീ ആരാ മോനെന്ന് ഇപ്പൊ കാണാൻ കേട്ടാ. ഹൂ ഫൈൻഡ് ആണ്. ഫൈൻഡ് നീ വിചാരിച്ചെന്തോ പിന്നെ? ഞാൻ ഹൂ ഫീൽഡ് പോകാനെന്നൊക്കെയാണ് കേട്ടത്. വാട്ട് ഈസ് ദ കപ്പണ്ടി ഓഫ് കേരള? ഇനി അടുത്ത്. ഓ അപ്പൊ ആ കപ്പണ്ടി അല്ലേ നീ അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ കപ്പണ്ടി ഓഫ് റഷ്യ? അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടും. അപ്പുറത്തെ കടയിൽ നിന്ന്. പൊളിയല്ലേ ഞാൻ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് തരാവേ. ഇതെന്തുവാടി ഇവള് എഴുതി വെച്ചിരിക്കുന്നു? ഫുള്ളും പൊട്ടത്തെറ്റാണല്ലേ? പൊട്ടത്തെറ്റാണല്ലേ? നല്ല തെറ്റല്ല. എന്ത് ഇതെന്തുവാണ്? കേരള തിരുവനന്തപുരം. ഇതെന്തുവാ? ഞാനിത് ആദ്യമായിട്ട് കാണുന്ന. ഓ പഠിപ്പിച്ച ദിവസം കിടന്ന് ഉറങ്ങുമ്പോ ഇതാണ്. Who find a plain origin will be right correct. In which continent India situated Asia? Name any country in Asia and North America. Asia, India, USA. USA അല്ലല്ലോ അത്. എൻ നോർത്ത് അമേരിക്ക. അത് നോർത്തിന്റെ ഷോർട്ടാണ്. എന്റെ മാർക്ക് ഞാൻ ഇട്ടില്ല. കണ്ടണം എന്റെ മാർക്ക്. എല്ലാരും വൈറലാക്കുന്ന എന്റെ മാർക്ക് ഇന്ന്. അവിടെ ഒരു ഒന്നും കൂടെ ഇട്ട് തന്നേക്ക് അപ്പുറത്ത്. എന്ത്? എവിടെ? ഇവിടെ ഒരു ഒന്നും കൂടെ ഇട്ടേ. ഞാൻ സ്വപ്നത്തിൽ വന്നിട്ട് തരാവേ. സ്വപ്നത്തിലെങ്കിലും ഇട്ടിട്ട്. എന്റെ മാർക്ക് 0 എന്ന് വെച്ചാ വട്ടം. താറാവ് വട്ട. എനിക്ക് മനസ്സിലായി. കുത്തപ്പിനാർ അപ്പുറത്തെ കടലില്. എനിക്ക് അല്ലെങ്കിൽ ഈ സാധനം എടുത്തോണ്ട് പോകും. സാറേ പെട്ടെന്നൊന്ന് ഇത് പേപ്പർ തരുമോ? എനിക്ക് വേഗം പോയിട്ട് അടുത്തുള്ള കടയിൽ നിന്ന് സിപ്പപ്പ് വാങ്ങി കുടിക്കാനാ. അവിടെ ഉച്ചയ്ക്ക് അടക്കി. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക്. ആരാടെ ഇതിനൊക്കെ പെർമിഷൻ തന്ന? ഇന്നലെ അത് കട്ടാക്കിയതല്ലേടാ നിങ്ങളെല്ലാം അങ്ങനെ പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ പോയിരുന്നത് ഉച്ചവരെ. അത് ഞാൻ അപ്പുറത്തെ മതില് കുറച്ച് പൊട്ടിയിട്ടില്ലേ, ആ പൊട്ടീന്റെ ഇടയിൽ കൂടെ കയറി പോകാൻ പറ്റും. അവിടെ കൂടെ ഇടഞ്ഞ് കയറി അങ്ങോട്ട് പോയി വീട്ടിലോട്ടല്ലേ? എന്റെ വീട്ടിലോട്ടുള്ള വഴി എനിക്കറിയാം. നീ നിന്റെ വീട്ടിലോട്ട് ദിവസം വന്ന് നിന്റെ പേരന്റിനെ കാണാനുള്ളതല്ലേ ഞാൻ. വേറെ എനിക്ക് വീട്ടിലോട്ടുള്ള വഴി കാണാപ്പാടാണ്. പേടിക്കണ്ട. ഞാൻ പേപ്പർ വരുമ്പോഴേ ഇതിനും കൂടെ ചേർത്ത് തന്നോളാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഗ്രൗണ്ടില് നിന്റെ കൂട്ടുകാരില്ലേ, സാറിന്റെ ഫ്രണ്ട് അടിച്ചാല് ഷോ കാണിക്കണമല്ലേ? അത് സിഗ്മ.
സിഗ്മ. അല്ല പിന്നെ അമ്മക്ക് പിന്നെ അടിക്കുന്ന എന്തിനാ സാറേ? അത് അടിക്കാൻ തോന്നിയിട്ടാടാ. അല്ല പിന്നെ അടിക്കാൻ തോന്നിയെങ്കിൽ എന്നെ അടിക്കുന്ന എന്തിനാ? അടിക്കാൻ തോന്നിയെങ്കിൽ ഇവിടെ അടിക്ക് വന്ന് ഇരിക്കുന്ന കണ്ടില്ലേ? ഇവളെ ഞാൻ വിളിച്ചിട്ടാ വന്നത്. മോളെ നീ ഇല്ലേ ഈ പേപ്പർ എടുത്തോ. അവൾക്ക് 10 കിട്ടി അല്ലേ? ആ നിനക്കോട്ട് മേടിക്കണ്ട. അപ്പൊ ആൾക്കും കിട്ടിയല്ലേ? 10 അതെന്താ സാറേ? അത് നിനക്ക് ഇന്നവരെ കിട്ടാത്തത്. ഇത് കണ്ട ഞാൻ എല്ലാം എല്ലാ പരീക്ഷയ്ക്കും എല്ലാത്തിനും ഞാൻ സെയിം ഇത് തന്നെ ക്വാളിറ്റി തന്നെ അത് എല്ലാത്തിനും കൊടുക്കണം കേട്ടോ. പിന്നെ മോളെ ഞാൻ ആമി അവളെ കുഞ്ഞു ഫുള്ളുണ്ടേ. മംഗ്ലീഷ് എടുത്തോ അല്ലേ നീ? ഞാൻ ഇതിന്റെ ആൻസർ എഴുതിയ വാട്ട് ഈസ് ദ കപ്പലണ്ടി ഓഫ് റഷ്യ? അത് റഷ്യയിലല്ലത്, കുത്തപ്പിനാറ്. ഇത് പാരീസാണ്. പാരീസിൽ എന്തുവാ? അയ്യാ അയ്യാ സാറേ സാറിന് വേണമെങ്കിൽ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിത്തരാം. ക്യാപിറ്റൽ ഓഫ് റഷ്യ. അതിന്റെ ആൻസർ മോസ്കോ. മോസ്കോ എന്താ? ഞാൻ എന്റെ വീട്ടിലും ഉണ്ട് എലിശല്യം. അത് അവരുടെ വീട്ടിലും ഉണ്ടല്ലേ എലിശല്യം. ക്യാപിറ്റൽ ഓഫ് കേരള. ക്യാപിറ്റൽ കേരളത്തിൽ എവിടമോ കിട്ടും. എന്തോ ഞാൻ എന്തുവാ പറഞ്ഞേ? അതിന്റെ ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. സാറേ ഞാൻ ശിവനെ വരെ വരിച്ച് ഇനി വിട്ടൂടെ? ഒന്നും എഴുതിയില്ല. അതിന് നിന്നെ മംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് അതിനൊരു സ്മോൾ അടി. പിന്നെ മംഗ്ലീഷ് കേട്ടാണ് എന്റെ സകല ജീവനും പോയി. അങ്ങനെയാണെങ്കിൽ ഒന്നും എഴുതാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിലേ ഇതേ അടി തന്നെ അതാ അല്ല ദിശയത്തിൽ ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പുലിമുരയാണ്. ഞാൻ ഇപ്പോഴും അതിന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു നടക്കുകയാണ്. അതിനെ ഞാൻ വിടത്തില്ല, വിട്ടു തരത്തില്ല. എന്നെ നെഞ്ച് പൊട്ടിക്ക് എടുക്കാതെ അതൊക്കെ ആരാണോ പിന്നെ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട്. രാജമ്മ പോലും ഫൈനൽ പ്ലെയിൻ കഴിഞ്ഞ് പോയി. ഇനി അടിക്കാനുള്ളതല്ലേ? തോന്നി. എന്നാ കൈ കെട്ടിടിച്ച. ശിവനെ 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 പാർവതി രവനെ ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലും കൂടെ വരാം. വരത്തില്ല ദൈവമേ.